ഹലോ മക്കളെ, വീഡിയോയിൽ നമ്മൾ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട 10 ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു കാരണവശാൽ ഈ ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കാതെ പരീക്ഷയ്ക്ക് പോരുത്, പണിപാടും. ഓക്കെ, ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാൻ നമ്മുടെ ഫസ്റ്റ് ചോദ്യത്തിലേക്ക് കിടക്കാം. സ്റ്റേറ്റ് ദി യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്നതാണ്, 1 മാർക്കിനൊക്കെ ചോദിക്കുള്ളൂ, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അഥവാ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ചോദിക്കും. എന്താ സംഗതി? വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും പെട്ടെന്ന് പറയാം. 2 മാസമുണ്ട്, M1 M2, രണ്ടിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 6 ആണ്. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്തിനാണ്? ഫോഴ്സ് ഇസ് ഈക്വൽ ടു G എന്ന് പറഞ്ഞ ഒരു ക്യാപിറ്റൽ G ഉണ്ട് ഇൻറ്റു M1 ഇൻറ്റു M2 ഡിവൈഡ് ബൈ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ല, ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. ഇതാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റി. ഈ ഇക്വേഷനാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഈ പിക്ചർ വരച്ച് വെക്കുക, ഈ ഇക്വേഷൻ എഴുതി വെക്കുക, എന്നിട്ട് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെക്കണം. എങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക? ഫോഴ്സ് എന്തിനോട് പ്രൊപ്പോർഷനാണ്? മാസിൻ്റെ പ്രൊഡക്റ്റിനോട് പ്രൊപ്പോർഷനാണ്. മാസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അഥവാ മാസിൻ്റെ പ്രൊഡക്റ്റിനോട് പ്രൊപ്പോർഷനാണ്. ഫോഴ്സ് എന്തിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്? ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അത് ഇംഗ്ലീഷ് എഴുതി വെച്ചാൽ മതി. എവ്രി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് എവ്രി അതർ ബോഡി. അട്രാക്റ്റീവ് ഫോഴ്സ് ആണത്. വിത്ത് എ ഫോഴ്സ്, ഫോഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രൊഡക്റ്റ് ഓഫ് ദി മാസസ്. പ്രൊഡക്റ്റ് ഓഫ് ദി മാസിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു, താഴെ കിടക്കുന്ന ആരാണ്? പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് അല്ല, ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. എഴുതി വെക്കുക, 1 മാർക്ക് വാങ്ങാം, സേഫ് ആയിട്ട് മുന്നോട്ട് പോകാം. ഈ ക്യാപിറ്റൽ ജീൻ്റെ പേരെന്താണ് മക്കളെ? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആണ്. അതൊരു കോൺസ്റ്റന്റ് ആണ്, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിടുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ പോലെ എന്താണെന്ന് തോന്നുന്നു. നോക്കാം. ചൂസ് ദി കറക്റ്റ് ഓൾട്ടർനേറ്റീവ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻക്രീസസ് ആണോ ഡിക്രീസ് ആണോ വിത്ത് ഇൻക്രീസിങ് ഓൾട്ടിറ്റ്യൂഡ്? അതായത് എർത്തിൻ്റെ മണ്ടയിലേക്ക് നിങ്ങൾ പോകുന്തോറും, ഓൾട്ടിറ്റ്യൂഡ് കൂടുന്തോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയ ഈ കുഞ്ഞ് ജി ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അത് കൂടുകയോ കുറയോ? സർഫസിൽ 9.8 ആണെന്ന് എല്ലാവർക്കും അറിയാം. മുകളിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യും? അത് കുറയുകയാണ് ചെയ്യുക. കാരണം എർത്ത് നിന്ന് വിട്ടാണ് പോവുക. സിമ്പിൾ കാര്യമാണ്. അപ്പോൾ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ മക്കളെ? ഇറ്റ് ഡിക്രീസസ്. അടുത്ത ചോദ്യം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻക്രീസസ് ആണോ ഡിക്രീസ് ആണോ വിത്ത് ഇൻക്രീസിങ് ഡെപ്ത്? അസ്യൂം എർത്ത് ടു ബി എ സ്ഫിയർ ഓഫ് യൂണിഫോം ഡെൻസിറ്റി. ഓക്കെ, ഡെപ്ത് എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്തോറും, ദാറ്റ് ഈസ് ബേസിക്കലി എർത്തിൻ്റെ ഡെപ്തിലേക്ക് പോകുന്തോറും ജി കൂടുകയോ കുറയോ? മനസ്സിലാക്കേണ്ടത് ജി എന്താണ്? താഴേക്ക് പോയാലും ജി കുറയാണ് ചെയ്യുക. നിങ്ങൾ മുകളിലേക്ക് പോയാലും താഴേക്ക് പോയാലും ജി എന്തായിരിക്കും? കുറവാണ് വരിക. ദാറ്റ് ഈസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ സർഫസിലായിരിക്കും ജി മാക്സിമം. യെസ്, സർഫസിലാണ് ജി മാക്സിമം. മുകളിലേക്ക് പോയാലും കുറയും, താഴേക്ക് പോയാലും കുറയും. എർത്തിൻ്റെ ഉള്ളിലേക്ക് പോയാൽ കുറയും. ഓക്കെ, അപ്പോൾ ആൻസർ എത്രയാണ്? അവിടെയും ഡിക്രീസ് ആണ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബൈ ദ വേ, ഈ 2 കാര്യങ്ങളുടെയും വേരിയേഷൻ വിത്ത് ഹൈറ്റിൻ്റെയും വേരിയേഷൻ വിത്ത് ഡെപ്തിൻ്റെയും ഇക്വേഷൻ ഡെറിവേഷൻ പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയിൽ എപ്പോഴും ചോദിക്കും. ഡെറിവേഷൻ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ സീരീസിൽ ചെയ്യുന്നില്ല, പക്ഷേ അത് പഠിച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ഓഫ് എർത്ത് ആണോ മാസ് ഓഫ് ബോഡിയാണ്? ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ പഠിച്ചു വെക്കാം, വളരെ സിമ്പിളാണ്. G ഈസ് ഈക്വൽ ടു GM ഡിവൈഡ് ബൈ R². സർഫസിലെ G ആണെങ്കിൽ GS നമ്മൾ കാണിക്കും. സർഫസിലെ G ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ G ക്യാപിറ്റൽ M ഡിവൈഡ് ബൈ R². ഈ ക്യാപിറ്റൽ G എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആണ്. ക്യാപിറ്റൽ M എന്ന് പറഞ്ഞാൽ ആരുടെ മാസമാണ്? ബോഡിയുടെ മാസമാണ്. ഇപ്പോൾ ഒരു ആപ്പിൾ വെക്കുകയാണെങ്കിൽ ആപ്പിളിൻ്റെ മാസമാണോ? അല്ല, എർത്തിൻ്റെ മാസമാണ്. മാസ് ഓഫ് എർത്ത് ആണ്. ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ഓഫ് എർത്ത് ആണ്. ഇനി പറ, ഈ G ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? G എർത്തിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നാളെ എർത്തിൻ്റെ മാസ് കൂടിയാൽ G കൂടും. G 9.8 മാറി 10.6 ആവും. മാസം എർത്തിൻ്റെ കുറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പൊല്യൂഷനൊക്കെ പോയി കഴിഞ്ഞാൽ, വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ മാസം എർത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ജിയും കുറയും. പക്ഷേ അപ്പുറത്ത് ഒരു ബോഡിയുടെ മാസം നിങ്ങളുടെ ഇവിടെ കാണുന്നുണ്ടോ? ഒരു ബോഡിയുടെ മാസിൻ്റെ ഒരു വേരിയബിൾ ഇവിടെ കാണുന്നുണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് ബേസിക്കലി ബോഡിയുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുമോ? ഡിപ്പെൻഡ് ചെയ്യില്ല. ആൻസർ എന്താണ് മക്കളെ? ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ്. ആരെ ഡിപ്പെൻഡ് ചെയ്യില്ല? മാസ് ഓഫ് ബോഡിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ 1 കിലോ ആപ്പിൾ എടുത്താലും, നിങ്ങൾ 1000 കിലോ ആപ്പിൾ എടുത്താലും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയായിരിക്കും? 9.8 ആയിരിക്കും. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ഓഫ് ബോഡി. ബോഡിയുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. പക്ഷേ മാസ് ഓഫ് എർത്തിനെ ഡിപ്പെൻഡ് ചെയ്യുകൊണ്ട് നമുക്ക് ഇത് ഡിക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അടുത്ത ചോദ്യം. വാല്യൂ ഓഫ് G അറ്റ് എ ഡെപ്ത് D ഇസ് ഈക്വൽ ടു 1600 കിലോമീറ്റർ. അതായത് 1600 കിലോമീറ്റർ താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ജീൻ്റെ വാല്യൂ എത്രയായിരിക്കും? അപ്പോൾ നമുക്കറിയാം, താഴേക്ക് പോകുന്നതോറും G കുറയും, മുകളിലേക്ക് പോകുന്നതോറും G കുറയും. അങ്ങനെയാണ് അതിൻ്റെ ഫോർമുല നിങ്ങൾ പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ് മക്കളെ. സിമ്പിൾ ഫോർമുലയാണ്. ഡെപ്തിലെ GD ഇസ് ഈക്വൽ ടു സർഫസിലെ GS ഇൻറ്റു 1 മൈനസ് D/R. ഒറ്റ ഫോർമുലയിൽ കാര്യങ്ങൾ ഇട്ട് കൊടുത്താൽ പണിപ്പ് തരും. ഓക്കെ, ഇട്ട് കൊടുക്കാം. സർഫസിലെ Gനെ നമുക്ക് GS എന്ന് തന്നെ വിളിക്കാം. അവർ G0 എന്നാണ് വിളിച്ചെന്ന് തോന്നുന്നു, കുഴപ്പമില്ല. 1 മൈനസ് ഡെപ്ത് എത്രയാണ്? 1600 കിലോമീറ്റർ ആണ്. കിലോമീറ്ററിൽ ഇട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. 1600 കിലോമീറ്റർ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ R എന്ന എർത്തിൻ്റെ റേഡിയസ് ആണ്. അത് ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം. 6400 കിലോമീറ്റർ ആണ്. അതും കിലോമീറ്ററിലാണ്. സോ ഓട്ടോമാറ്റിക്കലി കിലോമീറ്റർ കട്ടായി പോയി. ഇനി എന്താ സംഭവിക്കുക? GS ഇൻറ്റു, ഇവിടെ ആലോചിച്ച് നോക്കുക, 1 മൈനസ് 1600 0 0, ഈ 0 0 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 16/64 എന്നാണ് കിട്ടുക.
ദാറ്റ് ഈസ് ബേസിക്കലി GS ഇൻറ്റു 16/64 എന്തായിരിക്കും എത്രയായിരിക്കും മക്കളെ? ഇത് കട്ട് ചെയ്ത് എന്താ കിട്ടുക? 16 × 4 ടൈംസ് ആണ്. 16 × 4 ആണ് 64. സോ ഇവിടെ 1 4 കിട്ടും. ദാറ്റ് ഈസ് 1 - 1/4 എന്ന് കിട്ടും. 1/4 ആണ് ഇവിടെ വരിക, ഇവിടെ 1 ആണ് വരിക. 1 - 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കാല് പോയി കഴിഞ്ഞാൽ മുക്കാലായിരിക്കും ബാക്കി ഉണ്ടാവുക, 3/4 ആണ് വരിക. ദാറ്റ് ഈസ് ബേസിക്കലി ഡെപ്തിലെ 1600 കിലോമീറ്റർ ഡെപ്തിലെ GD എന്ന് പറഞ്ഞാൽ സർഫസിലെ ജീൻ്റെ മുക്കാലായിരിക്കും ഉണ്ടാവുക. 9.8ൻ്റെ മുക്കാലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷനിൽ എന്താണല്ലോ മക്കളെ? ഈ രീതിയിൽ തന്നെയാണുള്ളത്. GSന് വരെ ഒരു G0 എന്ന് വിളിച്ചത്. ഇതല്ല, ഇതാണ് ആൻസർ. 3G0/4 ആയ മൂന്നാമത്തെ ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. സിമ്പിൾ ചോദ്യം, ഒറ്റ ഫോർമുല ഓർത്ത് വെക്കുക. ഇത് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇഷ്ടം പോലെ ചോദിച്ചിട്ടുണ്ട്, പഠിച്ചു വെച്ചോളൂ. ഓക്കെ, അടുത്ത ചോദ്യം പിടിക്കാം നമുക്ക്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ സെൻറ്റർ ഓഫ് ദി എർത്ത്. അങ്ങനെയാണെങ്കിൽ 1600 കിലോമീറ്റർ അല്ല, സെൻട്രലിലെ G എത്രയായിരിക്കുന്ന ചോദ്യം. അപ്പോൾ എർത്തിൻ്റെ സെൻട്രൽ നിങ്ങൾ പോയി നിൽക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഇത് സെൻട്രലിലെ ഇവിടുത്തെ G എത്രയായിരിക്കും? അപ്പോൾ എത്ര ഡെപ്തിലാണ് നിങ്ങൾ നിൽക്കേണ്ടത്? സെൻട്രൽ എത്താണെങ്കിൽ എത്ര ഡെപ്ത് പോകണം? എർത്തിൻ്റെ റേഡിയസോളം ഡെപ്ത് നിങ്ങൾ സഞ്ചരിക്കണം. എർത്തിൻ്റെ എത്ര ഡെപ്ത് സഞ്ചരിച്ചാണ് സെൻട്രൽ എത്തുക? എർത്തിൻ്റെ റേഡിയസിന് തുല്യമായുള്ള ഡെപ്ത് സഞ്ചരിച്ചാണ് സെൻട്രൽ എത്തുക. അപ്പോൾ D പ്രാവശ്യം എത്രയാണ്? 6 ആണ്. ഫോർമുല ഇട്ട് കൊടുക്കാം. GD = GS × 1 - D/R. ഡിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? 6 ഇട്ട് കൊടുക്കുന്നു. GS × 1 - D എന്ന് പറഞ്ഞാൽ 6 ആണ്. R/R. R/R എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ GS × 1 - 1 എന്ന് വരും. ദാറ്റ് ഈസ് ബേസിക്കലി ആൻസർ വിൽ ബി 0. ദാറ്റ് ഈസ് ഡെപ്തിൽ അല്ലെ സെൻട്രലിൽ G എന്തായിരിക്കും? 0 ആയിരിക്കും. വിച്ച് ഈസ് കോമൺ സെൻസ്. ആലോചിച്ച് നോക്ക്, നിങ്ങൾ എർത്തിൻ്റെ പണി എന്താണ്? നിങ്ങൾ ഇവിടെ നിൽക്കുകയാണ്, എർത്തിൻ്റെ പണി എന്താണ്? എർത്ത് എന്തിനാണ് നിങ്ങൾ പിടിച്ച് വലിക്കുന്നത്? എർത്തിൻ്റെ സെൻട്രലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതിനുകൊണ്ടാണ് നിങ്ങളുടെ മുകളിൽ ആക്സിലറേഷൻ കൊടുക്കുന്നത്, ഫോഴ്സ് കൊടുക്കുന്നത് ഒക്കെ ചെയ്യുന്നത്. നിങ്ങൾ ഓൾറെഡി സെൻറ്ററിൽ പോയി നിന്ന് കഴിഞ്ഞാൽ പിന്നെ എർത്ത് പിന്നെ എവിടേക്ക് വലിക്കും? നിങ്ങളെ എവിടേക്കും വലിക്കില്ല. ദാറ്റ് ഈസ് ബേസിക്കലി നിങ്ങളുടെ ആക്സിലറേഷൻ എത്രയായിരിക്കും? 0 ആയിരിക്കും. അത്രയുള്ള സംഗതി. അപ്പോൾ ആൻസർ എത്രയാണ് നമുക്ക്? ആൻസർ വിൽ ബി എർത്തിൻ്റെ സെൻറ്ററിലാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിൽ ബി 0. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. At which height above the Earth's acceleration due to gravity becomes half of that on the surface? നമുക്കറിയാം മുകളിലേക്ക് പോകുന്നതോറും G കുറയും. ഏത് ഹൈറ്റിൽ പോയി കഴിഞ്ഞാലാണ് സർഫസിലെ പകുതിയാവാമെന്ന ചോദ്യം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് റഫ് ഡയഗ്രാം കാണിച്ചു തരാം. ഓക്കെ, സർഫസിലെ Gനെ GS എന്ന് വിളിക്കാം. എത്രയോ ഹൈറ്റ് പോയി കഴിഞ്ഞാൽ, H ഹൈറ്റ് പോയി കഴിഞ്ഞാൽ അവിടുത്തെ Gനെ GH എന്നാണ് നമ്മൾ വിളിക്കാം. ഓക്കെ, അത് എത്ര ആവണമെന്നാണ് പറയുന്നത്? സർഫസിൻ്റെ പകുതിയാണ്. അവിടുത്തെ G എത്രയും GH = സർഫസിലെ Gൻ്റെ പകുതി ആയിരിക്കും. ദാറ്റ് GH ഷുഡ് ബി GS/2. എത്ര ഹൈറ്റ് ആണ്? ഹൈറ്റ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഹൈറ്റിനനുസരിച്ച് G എങ്ങനെ വേരി ചെയ്യുന്നതിന് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു പോകണം. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ പണി തീർന്നു. GS / 1 + h/r². വേറെ രീതിയിൽ നമുക്ക് ഈ ഇക്വേഷൻ എഴുതാൻ പറ്റും, പക്ഷേ നമ്മൾ ഈ ഇക്വേഷനിലാണ് എഴുതാൻ പോകുന്നത്. ഈ രീതിയിലാണ്. ഇവിടെ ഒരു അപ്രോക്സിമേഷൻ ഫോർമുല വർക്ക് ചെയ്യില്ല കേട്ടോ. GH = GS × 1 - 2h/r എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്രോക്സിമേറ്റഡ് ഒരു ഫോർമുല ഡിറൈവ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. അതിവിടെ വർക്ക് ചെയ്യില്ല. അതെപ്പോഴേ വർക്ക് ചെയ്യുള്ളൂ? ഈ ഹൈറ്റ് വളരെ ചെറുതാണെങ്കിലേ വർക്ക് ചെയ്യുള്ളൂ. ഈ ഹൈറ്റ് വളരെ ചെറുതാണോ വലുതാണോ നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാൻ പറ്റില്ല. അവസാനം ആൻസർ കിട്ടുമ്പോൾ ഹൈറ്റ് വെറുതെ ചെറുതായിരിക്കില്ല. അപ്പോൾ ഈ ഹൈറ്റ് വല്ല 10 കിലോമീറ്ററോ 20 കിലോമീറ്ററോ 30 കിലോമീറ്ററോ അങ്ങനെയൊക്കെ ആണെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് ഫോർമുല. വേണം 200 കിലോമീറ്റർ ഉപയോഗിക്കാം. പക്ഷേ 2000 കിലോമീറ്റർ 1000 കിലോമീറ്ററിലൊന്നും ഈ ഫോർമുല ഉപയോഗിക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റഡ്. എന്നാൽ ഡെപ്തിൻ്റെ ഫോർമുല അങ്ങനെയല്ല കേട്ടോ. ഡെപ്തിൻ്റെ ഫോർമുല അപ്രോക്സിമേറ്റഡ് ഫോർമുല ഇല്ല, ഒറ്റ ഫോർമുലയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഫോർമുല ഉപയോഗിക്കാൻ പറ്റില്ല. ഈ ഫോർമുലയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. നമ്മുടെ കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക. GH എത്രയാവണം? സർഫസിൻ്റെ പകുതിയാവണം. ദാറ്റ് ഈസ് GS/2 ആകണം. = GS/ ഈ സാധനം 1 + h/r². ഇതും കട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ബേസിക്കലി ഇവിടെ 1 ആയി. അപ്പോൾ ബേസിക്കലി എന്തായിരിക്കണം? ഈ സാധനവും ഈക്വൽ ആവണം. ഇവിടെ എന്തായാലും GS ആണ്, അല്ലെ 1 ആണ് വാട്ടർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത് രണ്ട് ഈക്വൽ ആണ്. അപ്പോൾ ഈ സാധനം ഈക്വൽ ആയിരിക്കണം, ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആയിരിക്കണം. ദാറ്റ് ഈസ് ബേസിക്കലി ഈ 1 + h/r² ഷുഡ് ബി ഈക്വൽ ടു 2. റൂട്ട് എടുക്കുക രണ്ട് സൈഡിലും. 1 + h/r = അപ്പുറത്ത് എടുത്താൽ √2 കിട്ടും. ഈ 1നെ അപ്പുറത്തേക്ക് പറഞ്ഞു വിടും. ഇംപ്ലൈസ് h/r = √2 - 1 ആയിരിക്കും. നമുക്ക് വേണ്ടത് H ആണ് വേണ്ടത്. H = √2 - 1 ഇൻറ്റു റേഡിയസ് ഓഫ് എർത്ത്. റേഡിയസ് ഓഫ് എർത്ത് വേണേൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കാം, പക്ഷേ അതിന് ആവശ്യമില്ല. ഇങ്ങനെ എഴുതി വെച്ചാൽ മതി പരീക്ഷ. വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. 1.414 ആണെന്ന് -1 എന്ന് പറഞ്ഞാൽ 0.414. ഇത് 6400. യു വിൽ ഗെറ്റ് സം ആൻസർ. എത്ര വലിയ പേരായിരിക്കും? വല്ല 2800 അങ്ങനെ എന്തെങ്കിലും കിലോമീറ്ററിന് ആൻസർ വരും. അത്ര കിലോമീറ്ററിനാണ് G എന്താണ്? സർഫസിൻ്റെ പകുതിയാവും. ദാറ്റ് ഇസ് 9.ൻ്റെ പകുതി 4.9 ആവും. അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ചോദ്യം നിരവധി പരീക്ഷ ചോദിച്ചിട്ടുണ്ട്, നിരവധി തവണ ചോദിച്ചിട്ടുണ്ട്. പഠിച്ചു വെച്ചോ, പരീക്ഷ ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. ഡിഫൈൻ ഓർബിറ്റൽ വെലോസിറ്റി, ഡിഫൈൻ എസ്കേപ്പ് വെലോസിറ്റി. എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ ഡെഫിനേഷൻ പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? ഇത് നമ്മുടെ എർത്താണ്. എർത്തിന് ചുറ്റും കുറേ സാറ്റലൈറ്റ്സ് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സാറ്റലൈറ്റ്സ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വെറുതെ സ്റ്റേഷനറി നിൽക്കുകയല്ല. നമുക്ക് കാണുമ്പോൾ സ്റ്റേഷനറി തോന്നുന്നതാണ്. നമ്മൾ എർത്തും കറങ്ങുന്നുണ്ട്, അതും കറങ്ങുന്നുണ്ട്. അപ്പോൾ അത് സ്റ്റേഷനറി തോന്നുന്നതാണ് ചില സാറ്റലൈറ്റ്സ്. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് എന്നൊക്കെ വിളിക്കാം. പക്ഷെ അത് കിടന്ന് കറങ്ങുന്നുണ്ട്. ആ കറങ്ങുമ്പോൾ ഒരു വെലോസിറ്റി ഉണ്ടാവില്ല, ഒരു മിനിമം വെലോസിറ്റി. അല്ലാണ്ട് വളരെ കുറച്ച് വെലോസിറ്റിയിൽ ഇത് കറങ്ങിയ നിലത്ത് വന്ന് വീഴും.
അപ്പോൾ ഒരു മിനിമം വെലോസിറ്റി വേണം ഒരു പ്രത്യേക ഓർബിറ്റിൽ കിടന്ന് കറങ്ങാൻ. ഈ ഓർബിറ്റിൻ്റെ റേഡിയസ്, എർത്തിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ഇവൻ്റെ ഓർബിറ്റൽ റേഡിയസ്, സ്മോൾ ആർ എന്ന് വിളിക്കാം. ഓർബിറ്റൽ റേഡിയസ്, അവൻ്റെ ഓർബിറ്റിൻ്റെ റേഡിയസ്. ആ ഓർബിറ്റൽ റേഡിയസിൽ കിടന്നിട്ട് അവന് കറങ്ങാൻ പറ്റണമെങ്കിൽ അവൻ്റെ മിനിമം വെലോസിറ്റി വേണം. ആ മിനിമം വെലോസിറ്റിയാണ് നമ്മൾ വിളിക്കുക ഓർബിറ്റൽ വെലോസിറ്റി. അപ്പോൾ ഈ V0 എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എഴുതിയ സംഗതിയാണ് മക്കളെ ഇവൻ്റെ ഓർബിറ്റൽ വെലോസിറ്റി. അപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റി ഡെഫിനിഷൻ എന്താണ്? ദ വെലോസിറ്റി ഓഫ് എ സാറ്റലൈറ്റ് ഇൻ ആൻ ഓർബിറ്റ് അറൗണ്ട് ദി എർത്ത് ഇസ് കോൾഡ് ഓർബിറ്റൽ വെലോസിറ്റി. ദ വെലോസിറ്റി ഓഫ് എ സാറ്റലൈറ്റ് അറൗണ്ട് ദി എർത്ത് ഇസ് കോൾഡ് ഓർബിറ്റൽ വെലോസിറ്റി. ഈ പ്രത്യേക ഓർബിറ്റലിൽ അവൻ്റെ ഓർബിറ്റൽ വെലോസിറ്റി, വേറെ ഓർബിറ്റലാണ് വേറെ. ഫോർമുല പഠിച്ചു വെച്ചാൽ വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. ഓർബിറ്റൽ വെലോസിറ്റിൻ്റെ ഫോർമുല ഇറ്റ് ഇസ് ഈക്വൽ ടു √g(m) സ്മോൾ ആർ. സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഓർബിറ്റിൻ്റെ റേഡിയസ് ആണ്, അഥവാ ഓർബിറ്റൽ റേഡിയസ് ആണ് കേട്ടോ, അല്ലാണ്ട് എർത്തിൻ്റെ റേഡിയസ് അല്ല. എർത്തിൻ്റെ റേഡിയസ് ആവാം, എപ്പം ഇവന് എർത്തിൻ്റെ വളരെ ക്ലോസ് ആണ്, ഓർബിറ്റിന് എർത്തിൻ്റെ റേഡിയസിനോട് ഈക്വൽ ആണ്. ഓക്കെ, റെഡി. ഇതാണ് ഓർബിറ്റൽ റേഡിയസ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് എസ്കേപ്പ് വെലോസിറ്റി? എസ്കേപ്പ് വെലോസിറ്റി എന്താണ്? ഇതുപോലത്തെ എസ്കേപ്പ് വെലോസിറ്റി കംപ്ലീറ്റ്ലി ഡിഫറൻസ് ആണ്. സാറ്റലൈറ്റ്സിന് ഒന്നല്ല ഇത് ഉണ്ടാവുക. എസ്കേപ്പ് വെലോസിറ്റി എന്നാൽ ഇത്രയേ ഉള്ളൂ, എർത്തിൻ്റെ സർഫസ് നമ്മളൊരു റോക്കറ്റ് പറപ്പിച്ച് വിടണം. ഓക്കെ, എപ്പോഴും റോക്കറ്റ് ഇങ്ങോട്ട് പറപ്പിച്ച് വിടണമെന്നില്ല, എർത്തിൻ്റെ സർഫസ് ഇങ്ങനെ പറപ്പിച്ച് വിടാൻ സെയിം ആണ് കേട്ടോ. ഇൻഫാക്ട് ഇങ്ങനെ പറപ്പിച്ച് വിട്ടാലും സെയിം ആണ്. നമ്മൾ വിചാരിക്കും ഇങ്ങനെ പറപ്പിച്ച് വിടാൻ സാർ അത് നിലത്തേക്കല്ലേ പോവുക. മക്കളെ, എർത്തിൻ്റെ പുറത്ത് നിങ്ങൾ സ്പേസിൽ പോയി നിൽക്കുമ്പോൾ നിലം റൂഫ് എന്നുള്ള സംഗതിയൊന്നും ഇല്ല. നിങ്ങൾ ഇവിടെ പറപ്പിച്ച് വിടാം, ഇവിടെ പറപ്പിച്ച് വിടാം, ഇവിടെ എല്ലാം സെയിം ആണ്. ഞാൻ റോക്കറ്റ് പറപ്പിച്ച് വിടാമെന്ന് വിചാരിക്കുക. ഈ റോക്കറ്റിന് പ്രത്യേകത എന്ന് വെച്ചാൽ, സാധാരണ റോക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ് ഇങ്ങനെ ഗ്യാസ് ഇങ്ങനെ പുറത്തേക്ക് വിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്സലറേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ റോക്കറ്റിൻ്റെ പ്രത്യേകത, നമ്മൾ ഇനീഷ്യലി ഒരു വെലോസിറ്റി കൊടുക്കും, പിന്നെ നമ്മൾ അതിനൊന്നും ചെയ്യില്ല. അങ്ങനത്തെ റോക്കറ്റ് ഒന്നും ലോകത്തില്ല. ഓക്കെ, കാരണം നമുക്ക് റോക്കറ്റ്സിന് ഇങ്ങനെ പോസ് കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റും. പക്ഷേ ഈ ഫോഴ്സ് ഇതിൻ്റെ പ്രത്യേകത, ഇവനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, നമ്മളൊരു പ്രത്യേക വെലോസിറ്റി കൊടുക്കാൻ പോകണം. കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ അവൻ എവിടെ എത്തണം? അവൻ ഇൻഫിനിറ്റിയിൽ എത്തണം. അവൻ എർത്തിൻ്റെ ഗ്രാവിറ്റി എസ്കേപ്പ് ചെയ്യണം. അത് വിച്ച് ഹാപ്പൻസ് അറ്റ് ഇൻഫിനിറ്റി. അപ്പോൾ ഇവൻ്റെ എർത്തിൻ്റെ ഗ്രാവിറ്റി എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളോട് മിനിമം വെലോസിറ്റി കൊടുക്കേണ്ടി വരും. ആ മിനിമം വെലോസിറ്റി വിളിക്കുന്ന പേരാണ് മക്കളെ എസ്കേപ്പ് വെലോസിറ്റി. എർത്തിൻ്റെ ഗ്രാവിറ്റി എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മിനിമം വെലോസിറ്റി കൊടുക്കണം. അതായത് പിന്നെ അവർ തിരിച്ചു തരാൻ പോകുന്നില്ല ഒരിക്കലും. ഇൻഫിനിറ്റി എത്തും, തിയററ്റിക്കലി എത്തും. ഓക്കെ, അങ്ങനെയാണ് ഞാൻ കൊടുക്കുന്ന വെലോസിറ്റിയാണ് എസ്കേപ്പ് വെലോസിറ്റി. എഴുതിയൊക്കെ ഡെഫിനിഷൻ, ദ മിനിമം സ്പീഡാണ്. അതിനേക്കാളും കൂടുതൽ കൊടുത്താൽ ഒബ്വിയസ്ലി അതിനേക്കാളും കൂടുതൽ സ്പീഡിലെത്തും, വേറെ കാര്യം, കൂടുതൽ ദൂരത്തെത്തും. ദ മിനിമം സ്പീഡ് റിക്വയർഡ് ഫോർ എ ബോഡി ടു എസ്കേപ്പ് ദ ഗ്രാവിറ്റി ഓഫ് എർത്ത് ഇസ് കോൾഡ് എസ്കേപ്പ് വെലോസിറ്റി. ഓർബിറ്റ് ചെയ്യാനല്ല, എസ്കേപ്പ് ചെയ്യാം, തിരിച്ചു വരണത്. നീ ഇവിടെ നിൽക്കണ്ട, ഇപ്പോൾ സ്ഥലം കാലിയാക്കി പോ. ഓക്കെ, ആ എസ്കേപ്പ് വെലോസിറ്റി ഡെഫിനേഷൻ പഠിച്ചാൽ ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചോ, ഇറ്റ് ഈസ് ഈക്വൽ ടു ഇതേ ഇക്വേഷൻ തന്നെയാണ്, ആകെ ഇവിടെ 2 ഇട്ട് കൊടുക്കാത്തുള്ളൂ. ഓർബിറ്റൽ വെലോസിറ്റിൻ്റെ ഇക്വേഷനിൽ ഒരു 2 ഇട്ട് കൊടുക്കാത്തുള്ളൂ സംഗതി. പിന്നെ എർത്തിൻ്റെ സർഫസ് എന്നാണ് പറപ്പിച്ച് വിടുന്നതെങ്കിൽ എർത്തിൻ്റെ റേഡിയസ് ആണ് താഴെ വരിക. ഓക്കെ, എർത്തിൻ്റെ റേഡിയസ്, സർഫസ് ആണ് ഇങ്ങനെ റോക്കറ്റിനെ ലോഞ്ച് ചെയ്യുന്നതെങ്കിൽ എർത്തിൻ്റെ റേഡിയസ് ആണ് വരിക. വേറെ ഏതെങ്കിലും സ്ഥലത്തു നിന്നാണ് ലോഞ്ച് ചെയ്യുന്നതെങ്കിൽ അവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നിങ്ങൾ ഇവിടെ ഉണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദി എസ്കേപ്പ് വെലോസിറ്റി ഓൺ എർത്ത് സർഫസ്? എർത്തിൻ്റെ സർഫസിൽ എസ്കേപ്പ് വെലോസിറ്റി പഠിച്ചു വെച്ചോ മക്കൾ, ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ടു 11.2 മീറ്റർ/സെക്കൻഡ് അല്ല, km/സെക്കൻഡ്. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ പറപ്പിച്ച് വിടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ mീറ്റർ/സെക്കൻഡ് പോരാ, km/സെക്കൻഡ് ആണ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡു. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു വെച്ചോളൂ. ഡെഫിനിഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇക്വേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം പഠിക്കാം നമുക്ക്. എസ്കേപ്പ് വെലോസിറ്റീസ് ഡിപ്പെൻഡൻറ്റ് അഥവാ ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ഓഫ് ദി ബോഡി. മക്കളെ നോക്കിക്കേ, ഓർബിറ്റൽ വെലോസിറ്റി ഇക്വേഷനാണെങ്കിലും എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷനാണെങ്കിലും ഇത് എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് എർത്ത് ആണ്. മാസ് ഓഫ് ബോഡി, അതായത് നിങ്ങൾ പറപ്പിച്ചു വിടുന്ന റോക്കറ്റിൻ്റെ മാസ് ഇവിടെ ഇല്ല, നിങ്ങൾ ഓർബിറ്റൽ വെലോസിറ്റി ഉള്ള സാറ്റലൈറ്റിൻ്റെ മാസ് ഇവിടെ ഇല്ല. അപ്പോൾ സാറ്റലൈറ്റിൻ്റെ മാസിൻ്റെയും റോക്കറ്റിൻ്റെ മാസിനെയും ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഈ ഓർബിറ്റൽ വെലോസിറ്റി എസ്കേപ്പ് വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എർത്തിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ഓഫ് മാസ് ഓഫ് ബോഡി ആണോ? മാസ് ഓഫ് ബോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇൻഡിപെൻഡൻ്റ് ആണ്. എസ്കേപ്പ് വെലോസിറ്റി ഡിപ്പെൻഡൻ്റ് ആണ് മാസ് ഓഫ് എർത്ത്, മാസ് ഓഫ് എർത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓർബിറ്റൽ വെലോസിറ്റി സെയിം ആണ്, ഇൻഡിപെൻഡൻ്റ് ഓഫ് മാസ് ഓഫ് ബോഡി, ഡിപ്പെൻഡൻ്റ് ആണ് മാസ് ഓഫ് എർത്ത്. ഓർത്ത് വെച്ചാൽ പരീക്ഷയിൽ ഇഷ്ടം പോലെ തവണ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് എസ്കേപ്പ് വെലോസിറ്റി ടു ഓർബിറ്റൽ വെലോസിറ്റി ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ്? എർത്തിൻ്റെ അടുത്തുള്ള ഓർബിറ്റ് ചെയ്യുന്ന സാറ്റലൈറ്റ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനെയാണ് ഓർബിറ്റ് ചെയ്യുന്നതെങ്കിൽ ഒബ്വിയസ്ലി അവൻ്റെ ഓർബിറ്റൽ റേഡിയസും എർത്തിൻ്റെ റേഡിയസും ഏതാണ്ട് തുല്യമായിരിക്കും. അവൻ്റെ ഓർബിറ്റൽ റേഡിയസ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എർത്തിൻ്റെ റേഡിയസ്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ഓർബിറ്റൽ ആ ഒരു സ്ഥലത്തുള്ള അവൻ്റെ ഓർബിറ്റൽ റേഡിയസിൻ്റെയും ഓർബിറ്റൽ വെലോസിറ്റിൻ്റെയും എസ്കേപ്പ് വെലോസിറ്റിയുടെ റേഷ്യോ ആണ്. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ് പരീക്ഷയിൽ കേട്ടോ. എന്തായിരിക്കും ഓർബിറ്റൽ വെലോസിറ്റി? ഇറ്റ് ഈസ് ഈക്വൽ ടു √g(m) സ്മോൾ ആർ എന്ന് ഇത്ര നാൾ എഴുതിയത്, പക്ഷേ ലോ എർത്ത് ഓർബിറ്റിലാണെങ്കിൽ ക്യാപിറ്റൽ ആർ എന്ന് എഴുതാം. ഓക്കെ, എസ്കേപ്പ് വെലോസിറ്റി എന്തായിരിക്കും? നമ്മൾ എപ്പോഴും എന്തായിരിക്കും? √2gm/r ആയിരിക്കും, എർത്തിൻ്റെ സർഫസ് നാളെ ലോഞ്ച് ചെയ്യുന്നെങ്കിൽ. അങ്ങനെയാണ് അസ്യൂം ചെയ്യുന്നത് നമ്മൾ. ഇനി ഇവരുടെ തമ്മിലുള്ള റേഷ്യോ ഇത്രയ്ക്ക് വളരെ സിമ്പിളാണ്, ആലോചിച്ച് നോക്ക്. ഒരു കാര്യം നമുക്ക് ചെയ്യാം, ഇവിടുന്ന് ഈ √2 അല്ല, √2നെ പുറത്തേക്ക് എടുത്താൽ എന്തായിരിക്കും കിട്ടുക? √2 × √(g(m/r) എന്ന് എനിക്ക് എഴുതാം, കുഴപ്പമില്ല. ഇനി നിങ്ങൾ ഇത് പോയല്ലോ,
ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ടിന് ഡിവൈഡ് ചെയ്ത് എസ്കേപ്പ് വെലോസിറ്റി ബൈ ഓർബിറ്റൽ വെലോസിറ്റി ചെയ്ത്. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്, ഓർബിറ്റൽ വെലോസിറ്റി ഈ സാധനമാണ്. ഓട്ടോമാറ്റിക്കലി എന്ത് കട്ടായി പോകും, ഈ √(g(m)r ഈ √(g(m)r കട്ട് ചെയ്തിട്ട് ഇവിടെ √2 ഉണ്ടാവും, താഴെ ഇവിടെ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഇസ് ബേസിക്കലി യു വിൽ ഗെറ്റ് √2/1. ദാറ്റ് ഇസ് റേഷ്യോ എന്തായിരിക്കും, എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഓർബിറ്റൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു √2:1 ആയിരിക്കും റേഷ്യോ. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഈ റേഷ്യോ ഓർത്ത് വെച്ചോ, √2:1. ദാറ്റ് ഇസ് ഓർബിറ്റൽ വെലോസിറ്റിൻ്റെ √2 ടൈംസ് ആയിരിക്കും എസ്കേപ്പ് വെലോസിറ്റി. 2 ടൈംസ് അല്ല, √2 ടൈംസ്. ഓക്കെ, ഇനി പരീക്ഷയിൽ അവർ ചിലപ്പോൾ ലോ എർത്ത് ഓർബിറ്റ് ഒന്നും പറയണമെന്നില്ല, അവർ വെറുതെ റേഷ്യോ വയ്ക്കും. അപ്പോഴും നിങ്ങൾ ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കെപ്ലേഴ്സ് ലോ, അതും കൂടി കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിഞ്ഞു. 11 ചോദ്യങ്ങളായി എനിക്ക് തോന്നുന്നു. 11. കെപ്ലേഴ്സ് ലോ എപ്പോഴും ചോദിക്കുന്നതാണ്. 3 ലോ പഠിച്ചു വെക്കുക, പരീക്ഷയിൽ എപ്പോഴും ചോദിക്കും. ഓക്കെ, ഡെറിവേഷൻ ഒന്നും ഇവിടെ ഇല്ല, ലോ ചോദിക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, ലോ ഓഫ് ഓർബിറ്റ്സ് ആണ്. ഓൾ പ്ലാനറ്റ്സ് മൂവ് ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ് വിത്ത് സൺ അറ്റ് വൺ ഓഫ് ദി ഫോക്കൈ. അത് ഏത് പ്ലാനറ്റ് നിങ്ങൾ എടുത്താലും, എർത്ത് എടുത്താലും, മാർസ് എടുത്താലും, ജൂപ്പിറ്റർ എടുത്താലും, അത് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് പോവുക, സർക്കുലർ അല്ല, എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് പോവുക. അതിൻ്റെ സൺ എവിടെ ആയിരിക്കും ഉണ്ടാവുക, സൺ എലിപ്സിൻ്റെ സെൻട്രലായിരിക്കും ഉണ്ടാവുക? അല്ല, എലിപ്സിൻ്റെ സെൻറ്റർ അല്ലാതെ 2 പോയിന്റ്സ് ഉണ്ട്. അതിനെ F1 F2 എന്നാണ് വിളിക്കുക. അതിൻ്റെ ഫോക്കസുകൾ അഥവാ ഫോക്കൈ എന്നാണ് വിളിക്കുക. സൺ എവിടെയായിരിക്കും ഉണ്ടാവുക, ഇതാ ഈ ഫോക്കൈയിൽ ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് പ്ലാനറ്റ്സ് കിടന്നിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും എലിപ്റ്റിക്കൽ ഓർബിറ്റ്. അപ്പോൾ ആ പ്ലാനറ്റ്സ് എലിപ്റ്റിക്കൽ ഓർബിറ്റിലും സണ്ണ് ഫോക്കസിലാണെന്നും നല്ല ഫോക്കയിലാണെന്നുള്ള ലോഹിനെയാണ് നമ്മൾ വിളിക്കുക ലോ ഓഫ് ഓർബിറ്റ്സ്. പഠിച്ചു വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ ഇക്വേഷൻ ഒന്നും ഇവിടെ പഠിക്കാനില്ല. ഓക്കെ, നെക്സ്റ്റ് ലോ, സ്റ്റേറ്റ് കെപ്ലേഴ്സ് സെക്കൻഡ് ലോ, ലോ ഓഫ് ഏരിയാസ്. എന്താ ലോ ഓഫ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ സംഗതി ഇത്രയുള്ളൂ മക്കളെ. നമ്മുടെ എർത്ത് എന്ന് പറഞ്ഞ ഒരു പ്ലാനറ്റ് ഇത് ഇങ്ങനെ പോവാണ്. ഇവിടുന്ന് ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് ∆t ടൈം എടുത്തു എന്ന് വിചാരിക്കാം. അവൻ സണ്ണുമായിട്ടുണ്ടാക്കിയ ഏരിയ എത്രയാണ് ആ ടൈമിൽ? ആ ടൈമിൽ സണ്ണുമായിട്ടുണ്ടാക്കിയ ഏരിയ സാർ വളരെ സിമ്പിളാണ്. ദാ ഈ ഏരിയ ആണ്. സണ്ണുമായിട്ട് അവൻ സ്വീപ്പ് ചെയ്ത അല്ലെ അടിച്ചു വാരിയ ഏരിയ എത്രയാണ്? ഇത്രയാണ്. ശരിയല്ല? സണ്ണിന്ന് ഇവൻ്റെ ലൈറ്റ് ഉണ്ട് വിചാരിച്ചാൽ ആ ലൈറ്റ് ഉണ്ടാക്കുന്ന ഏരിയ എത്ര ആയിരിക്കും? ഇത്ര ഏരിയ ആയിരിക്കും. ഓക്കെ, ആ ഏരിയ നമുക്ക് ∆A എന്ന് വിളിക്കാം. ആ ഏരിയ നമ്മൾ ∆A എന്ന് വിളിച്ചു. ഇനി ആലോചിച്ചു, എർത്ത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ഇവിടെ എത്തി, പിന്നെ അവിടുന്ന് ഇവിടേക്ക് സഞ്ചരിക്കില്ലേ? ആ ടൈമിന് നമുക്ക് ∆t ടൈം എന്ന് എടുക്കുക. സെയിം ടൈമാണ്, ഈ ടൈം സെയിം ടൈമാണ്, ടൈം സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ആ സന്ദർഭത്തിലും അവൻ സണ്ണുമായിട്ട് ഇതാ ഈ ഒരു ഏരിയ ഉണ്ടാക്കില്ലേ? ഇതാ ഈ ഏരിയ നീല കളർ കാണിക്കാം. ഇതാ ഈ ഏരിയ സണ്ണുമായിട്ട് ഉണ്ടാക്കുന്ന ഏരിയ ഇതാ. അയ്യോ, വളഞ്ഞിട്ടുള്ള ഏരിയ വേണ്ട, നേരെയുള്ള ഏരിയ. ഇതാ ഈ ഏരിയ ആയിരിക്കും. സ്വീപ്പ് ചെയ്യുന്ന അടിച്ചു വരുന്ന ഏരിയ ഇത്രയായിരിക്കും. കെപ്ലർ പറഞ്ഞു സെയിം ടൈം ആണെങ്കിൽ ഈ 2 ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് ഇത് ∆A ആണെങ്കിൽ ഇതും ∆A ആയിരിക്കും, സെയിം ഏരിയ ആയിരിക്കും. അതിനാണ് ലോ ഓഫ് ഏരിയാസ് എന്ന് വിളിക്കുക. സെയിം ടൈമിൽ സെയിം ഏരിയ ആയിരിക്കും അടിച്ചു വരിക. ഇത് എഴുതി വെക്കുക ഇംഗ്ലീഷ്. ലോ ഓഫ് ഏരിയാസ്, ദ ലൈൻ ദാറ്റ് ജോയിൻസ് എനി പ്ലാനറ്റ് ടു ദി സൺ, ദ ലൈൻ ദാറ്റ് ജോയിൻസ് എനി പ്ലാനറ്റ് ടു ദി സൺസ് സ്വീപ്സ് അടിച്ചു വരിക ഈക്വൽ ഏരിയ. കണ്ടോ, ഇത് ഏരിയ ഈക്വൽ, ഏരിയ ഈക്വൽ ആണ്. കണ്ടീഷൻ എന്താണ്? ഇനി ഈക്വൽ ഇൻ്റർവൽസ് ടൈം, ടൈം സെയിം ആയിരിക്കണം. ടൈം നിങ്ങൾ വേറെ എടുത്തിട്ട് കാര്യമൊന്നുമില്ല. ടൈം സെയിം ആണ്, ഈ ടൈം സെയിം ആണ്. ഇത് 3 ദിവസം, ഇത് 3 ദിവസം ആണെങ്കിൽ, അല്ലെങ്കിൽ ഇത് എന്താണ് 20 ദിവസമാണ്, ഇത് 20 ദിവസം ആണെങ്കിൽ ഈ 2 ഏരിയകൾ സെയിം ആയിരിക്കും. ആലോചിച്ചു എന്ത് അടിപൊളി ലോ ആണെന്ന്. നമുക്ക് പറയാൻ പറ്റും ഇങ്ങനെ? നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ഇതുകൊണ്ട് ഒരു കാര്യം കൂടെ ഉണ്ട്, നിങ്ങൾ ഓർത്ത് വെക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കും മക്കളെ, 2 ടൈം സെയിം ആണ്, 20 ദിവസമാണ്. പക്ഷേ ഈ 20 ദിവസത്തിൽ കുറച്ച് ഡിസ്റ്റൻസ് കവർ ചെയ്താൽ മതി. ഈ 20 ദിവസത്തിൽ ഡിസ്റ്റൻസ് കൂടുതൽ കവർ ചെയ്യണം. ഏരിയ സെയിം ആണ്, ഡിസ്റ്റൻസ് കൂടുതൽ കവർ ചെയ്യണ്ടേ? അപ്പോൾ സെയിം ടൈം ആയതുകൊണ്ട് ഡിസ്റ്റൻസ് കൂടുതൽ കവർ ചെയ്യേണ്ടതുകൊണ്ട് ഇവിടെ എത്തുമ്പോഴത്തേക്ക് പ്ലാനറ്റിൻ്റെ സ്പീഡ് ഒന്ന് കൂടുതലാവണം. ഇവിടെ എത്തുമ്പോൾ പ്ലാനറ്റിൻ്റെ സ്പീഡ് മെല്ലെ പോയാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ സണ്ണിനോട് അടുത്തെത്തുമ്പോൾ പ്ലാനറ്റ്സ് സ്പീഡ് കൂട്ടും, സണ്ണിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോൾ പ്ലാനറ്റ്സ് സ്പീഡ് കുറയ്ക്കും. ഇത് ആരുടെ കോൺസിക്വൻസ് ആണ്? ലോ ഓഫ് ഏരിയാസിൻ്റെ കെപ്ലർ സെക്കൻഡ് ലോൻ്റെ കോൺസിക്വൻസ് ആണ്. പരീക്ഷ വെച്ച് എഴുതി വെക്കണം. ഓക്കെ, റെഡി. അടുത്ത ചോദ്യം പിടിച്ചോ. ഇതിന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു എലിപ്സിൻ്റെ ഒരു മെക്കാനിക്സ് പഠിച്ചു നോക്കണം. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. എലിപ്സിൻ്റെ ഈ വലിയ ആക്സിസിന്, നീളം കൂടിയ ആക്സിസ് നമ്മൾ മേജർ ആക്സിസ് എന്ന് വിളിക്കും. ഈ നീളം കുറഞ്ഞ ആക്സിസിന് നമ്മൾ മൈനർ ആക്സിസ് എന്ന് വിളിക്കും. എന്നിട്ട് ഈ ഡിസ്റ്റൻസിനെ നമ്മൾ A എന്നും വിളിക്കും, ഈ ഡിസ്റ്റൻസിനെ നമ്മൾ B എന്നും വിളിക്കും. നമുക്ക് Aയിൽ ഫോക്കസ് ചെയ്യാം. Aനെ നമ്മൾ എന്താ വിളിക്കുക? മേജർ ആക്സിസ് ലെങ്ത് എന്ന് വിളിക്കുമോ? ഇല്ല, മേജർ ആക്സിസ് ലെങ്ത് ഇതാണ്. അപ്പോൾ ഇതിനെന്താ വിളിക്കുക? സെമി മേജർ ആക്സിസിൻ്റെ ലെങ്ത് എന്ന് വിളിക്കും. അഥവാ സെമി മേജർ ആക്സിസ് എന്ന് വിളിച്ചാൽ സെമി മേജർ ആക്സിസ്, മേജർ ആക്സിസിൻ്റെ പകുതിയാണ്. ഈ ഒരു സംഗതി നിങ്ങൾ ഓർത്തുകൊണ്ട് ഇതാണ് ഒരു എലിപ്സിൻ്റെ സെമി മേജർ ആക്സിസിൻ്റെ ലെങ്ത്. ഓക്കെ, ഇനി അത് വെച്ചിട്ടാണ് നമ്മുടെ കെപ്ലറിൻ്റെ തേർഡ് ലോ പറയുന്നത്. എന്താണ് തേർഡ് ലോ പറയുന്നത്? ഇത്രയേ ഉള്ളൂ. ദ സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് എ പ്ലാനറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ് ഓഫ് ദി എലിപ്സ് ട്രവൽ. എന്താ സംഗതി? ഇത്രയേ ഉള്ളൂ. ഒരു എർത്ത് അല്ലെങ്കിൽ ഒരു പ്ലാനറ്റ് ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവന് ഒരു സെമി മേജർ ആക്സിസ് ലെങ്ത് ഉണ്ടാവും. ഇതാണ് അവൻ്റെ സെമി മേജർ ആക്സിസ് ലെങ്ത്. ബേസിക്കലി അവൻ്റെ ഒരു സർക്കിൾ ആയിരുന്നു അവൻ്റെ റേഡിയസ്, അതുപോലെ ഉണ്ടാവും. ഓക്കെ, ഈ എർത്ത് മൊത്തം ചുറ്റി വരാനൊരു സമയം എടുക്കും. അതിന് നമ്മൾ എന്താ വിളിക്കുക? അവൻ്റെ ടൈം പീരീഡ് എന്നാണ് വിളിക്കുക. ക്യാപിറ്റൽ T. മൊത്തം ചുറ്റിയെടുക്കാനുള്ള ടൈം പീരീഡ്. ആ ടൈം പീരീഡിൻ്റെ സ്ക്വയർ നിങ്ങൾ എടുക്കുക.
ആ ടൈമിൻ്റെ സ്ക്വയർ എന്തിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഈ ലെങ്തിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് സെമി മേജർ ആക്സിസിന്, അഥവാ അവൻ്റെ റേഡിയസ് എന്ന് വിളിക്കുക, ഈക്വലൻ്റ് അവൻ്റെ റേഡിയസ് ആണ്, ആ റേഡിയസിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ചെറിയൊരു കാര്യം കൂടെ, റേഡിയസിനോട് ക്യൂബിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. റേഡിയസിനോട് പ്രൊപ്പോർഷണൽ പറഞ്ഞാൽ തെറ്റായിരിക്കും, റേഡിയസിൻ്റെ ക്യൂബിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും, പക്ഷേ ക്യൂബിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ ഒരു ലോനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ കെപ്ലറിൻ്റെ തേർഡ് ലോ എന്ന് വിളിക്കും. ഇതിൻ്റെ കോൺസിക്വൻസ് എന്താണ്? എത്രത്തോളം ദൂരം കൂടുതൽ അത്രത്തോളം സമയം എടുക്കും. എർത്തിന് എത്ര സമയം എടുക്കും കറങ്ങി തിരിച്ചെത്താൻ? 365 ദിവസം. അങ്ങോട്ടും പോകുമ്പോൾ ജൂപ്പിറ്ററിന് എത്ര സമയം എടുക്കും? കുറേ വർഷങ്ങളെടുക്കും. അപ്പോൾ നമ്മൾ എർത്ത് ഇങ്ങനെ ഒരു വർഷത്തിന് തിരിച്ചു വരികയാണെങ്കിൽ ജൂപ്പിറ്റർ കുറേ വർഷം എടുക്കും. ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക, 11 വർഷം അങ്ങനെ തോന്നും. അങ്ങനെ ദൂരേക്ക് പോകുമ്പോൾ ടൈം പീരീഡ് കൂടിക്കൂടില്ല, അത്രയുള്ള സംഗതി. അതിനെ നമ്മൾ ഇക്വേഷൻ ആക്കി വിളിച്ച് കഴിഞ്ഞാൽ, ഈ രീതിയിൽ വിളിച്ച് കഴിഞ്ഞാൽ അതിനെന്തായി? അത് ബിക്കംസ് ലോ ഓഫ് പീരിയഡ്സ്, ടൈം പീരിയഡ്സ് ബേസിക്കലി കേട്ടോ. അതൊക്കെ പ്ലസ് തേർഡ് ലോ എഴുതി വെക്കാം. ദ സ്ക്വയർ ഓഫ് ടൈം പീരിയഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് എ പ്ലാനറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദി സെമി മേജർ ആക്സിസ് ഓഫ് ദി എലിപ്സ്. അത്ര എഴുതിച്ചാൽ മതി. ഓഫ് ട്രേസ്ഡ് ഔട്ട് ബൈ ദ പ്ലാനറ്റ് എന്ന് എഴുതി വെക്കുക, അല്ലെ ഓഫ് ദി പ്ലാനറ്റ് എന്ന് എഴുതി വെക്കുക. വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, ഈ ഐഡിയ നിങ്ങൾ പരീക്ഷയിൽ കൺവേ ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? ഇത്രയും ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഒബ്വിയസ്ലി ഇതിൻ്റെ കൂടെ നിങ്ങൾ എക്സ്ട്രാ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയുള്ള വേരിയേഷൻ ഓഫ് ഹൈറ്റ്, വേരിയേഷൻ ഓഫ് ഡെപ്തിൻ്റെ ഒക്കെ ഡെറിവേഷനും കൂടെ നിങ്ങൾ പഠിച്ചിട്ടാണ് പരീക്ഷയ്ക്ക് പോകുന്നതെങ്കിൽ അതൊക്കെ നമ്മുടെ വൺ ഷോട്ട് നിങ്ങൾ പഠിക്കാം, അല്ലെങ്കിൽ ബാച്ചിലോട്ടാണ് ബാച്ചിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അതും കൂടി പഠിച്ചിട്ട് പിന്നെ കുറച്ച് എക്സ്ട്രാ ചോദ്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഒരു ചോദ്യം പോലും ഉണ്ടാവില്ല മക്കൾ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാത്തത്. എങ്കിൽ പോലും ഈ ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകണം. ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ ചെയ്യാവുന്നതാണ്. ഇത് പഠിച്ചിട്ട് തന്നെ പോകണം, കാരണം ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിലെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇട്ടിട്ട് വേണം നിങ്ങൾ ഇന്ന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അത്രേ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.